കേരളം സംരംഭകത്വത്തിന് പറ്റുന്ന നാടായി മാറിക്കഴിഞ്ഞുവെന്ന് മന്ത്രി പി രാജീവ് ജില്ലാതല നിക്ഷേപക സംഗമം എമർജിംഗ് മലപ്പുറം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം സംരംഭകത്വത്തിന് പറ്റുന്ന നാടായി മാറിക്കഴിഞ്ഞുവെന്നും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തിയെന്നും വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തവരും മലപ്പുറം ജില്ലയിൽ 20 കോടിയിലധികം നിക്ഷേപം നടത്തുന്നവരുമായ വ്യവസായികളുടെ നേതൃത്വത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജില്ലാതല നിക്ഷേപക സംഗമം എമർജിംഗ് മലപ്പുറം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ കളക്ടർ VR വിനോദ് വിഷയാവതരണം നടത്തി. ഉദ്യോഗസ്ഥ തലത്തിൽ സംരംഭക അനുകൂല മനോഭാവം ഉണ്ടാകണമെന്നും സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന വ്യവസായികൾ ഉദ്യോഗസ്ഥതല പരിശോധനകളിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലവസരങ്ങളുടെയും മികച്ച കേന്ദ്രമാക്കി മാറ്റാൻ ഉതകുന്ന 2659.7 കോടിയുടെ നിക്ഷേപവും 4323 തൊഴിലവസരങ്ങളുമായാണ് നിക്ഷേപക സംഗമം നടന്നത്. 28 നിക്ഷേപകർ വ്യവസായം, ടൗൺഷിപ്പ് വികസനം, ഹെൽത്ത് കെയർ, ടൂറിസം, അഗ്രോ ഫുഡ്, നിർമ്മാണം, പാക്കേജിംഗ്, ഫർണിച്ചർ, ജ്വല്ലറി, പുനരുപയോഗ സാധ്യതയുള്ള വ്യവസായങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ അവതരിപ്പിച്ചു. ഡോക്ടർ KV അബ്ദുൽ നാസർ ചെയർമാനായ അക്ബർ ഗ്രൂപ്പിന്റെ 50 കോടി നിക്ഷേപവും 45ഓളം പേർക്ക് തൊഴിൽ നൽകുന്നതുമായ കർമ്മ റോഡിലെ ഹെൽത്ത് കെയർ ടൂറിസം പ്രപ്പോസൽ പ്രതിനിധികളായ റെനി അനിൽകുമാർ, ശിവദാസൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. പി ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA മാരായ പി നന്ദകുമാർ, ആബിദ് ഹുസൈൻ തങ്ങൾ, KPA മജീദ്, കുറുക്കോളി മൊയ്തീൻ, സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര, സാക്ഷി മോഹൻ, KSSA ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം, മലപ്പുറം ജില്ലാ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജോർജ് ജോസഫ്, ഹുസൈൻ സിറ്റി NRI പ്രോജക്ട് മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ KP ഹുസൈൻ, അൽമാസ് ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ ഡോക്ടർ P അഹമ്മദ് ഗബീർ, JRS സീഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് മാനേജിംഗ് പാർട്ണർ അഷ്റഫ് ആലങ്കാടൻ, സംരംഭകർ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ M ഗിരീഷ് സ്വാഗതവും മാനേജർ P സ്മിത നന്ദിയും പറഞ്ഞു. എന്തൊക്കെയാണ് ഇവിടുത്തെ മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള വ്യവസായികൾ സർക്കാരിന് മുമ്പിലും ഡിപ്പാർട്ട്മെന്റിലും ഉന്നയിക്കപ്പെടുന്നത്? അവര് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് റിട്ടേൺസ് കിട്ടുന്നുള്ള ഗ്യാരണ്ടി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കണം. എന്താണ് നമുക്കതിനെ കൂട്ടായി പരിഹരിക്കാൻ കഴിയുക തുടങ്ങിയ ഒരു ചർച്ച നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റും. ഒരു കാര്യം ചോദിക്കട്ടെ, ക്യാബിൻ ക്രൂ ആൻഡ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി 50 വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും +2 കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ്, BBA വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻസ് അക്ബർ ട്രാവൽസിന് അണ്ടർ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിങ്ങും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ്. അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ്, മോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട്സും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഇനിയും വൈകണ്ട, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായില്ലേ? അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക.